ടയറൊക്കെ ഇപ്പം പഴയ പോലെ ഒന്നും അല്ല കേട്ടോ. ജർമ്മനി അത്യാവശ്യം നല്ലോണം സ്ട്രോങ് ആക്കി. ഈ ഒരു അബദ്ധം പറ്റിയ കേട്ടോ. ഇനറ്റ് എന്ന് പറഞ്ഞ നമ്പർ വേണം നെതർലാൻഡ് കയറാൻ വേണ്ടി. ഫ്ലീറ്റ് ഹാൻഡ് ആണ്. ഫ്ലീറ്റ് ഹാൻഡിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങി. ഇപ്പം ഹായ്, എന്തൊരു സുഖമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ ബെൽജിയത്തുണ്ട് കേട്ടോ. ബെൽജിയത്തിൽ ലോഡ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പാർക്കിംഗ് കിട്ടില്ല. പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വണ്ടി കൊണ്ട് റോഡ് സൈഡിലാണ് വണ്ടി കൊണ്ട് സൈഡാക്കി വെച്ചിരിക്കുന്നത്. കാറൊക്കെ വെക്കുന്ന പാർക്കിംഗ്, കാറിൻ്റെ പാർക്കിംഗ് അവിടെ വണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മൊത്തം ഇങ്ങനെ ഒരു വയറ് പോലത്തെ സ്ഥലമാണ്. വേണ്ട, കറക്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ടയറിൽ നിൽക്കുന്നുണ്ട്. ഈ എഡ്ജിൻ്റെ അടുപ്പിച്ചിട്ടാണുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയത് കോമഡി ആയിരുന്നു കേട്ടോ. ഇന്നലെ ആടിയാണ് കിടന്നുറങ്ങിയത്. വണ്ടി പോകുമ്പോൾ ഞാൻ കിടന്നാടും, വണ്ടി പോകുമ്പോൾ കിടന്നാടും. ഇതെൻ്റെ പരിപാടി കേട്ടോ. ഇതുണ്ടോ ടയറ്, ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് വണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വീടും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര വീടാത്. ഇതാ നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. നടു റോഡിലാണ്. വേണ്ട, നടു റോഡിലിട്ടിരിക്കുന്നത്. അടിപൊളി ഒരു മരം കേട്ടോ. ഞാൻ ഓർത്ത് ഇന്നലെ ആരെങ്കിലും ഇവിടെ കൊണ്ട് വണ്ടി ഇടുമെന്ന് വിചാരിച്ചു. ആരും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് സൈക്കിൾ ട്രാക്കാണ്. സൈക്കിൾ ട്രാക്കിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി മാക്സിമം നമ്മൾ ഒതുക്കി സ്ഥലം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിഷയമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വണ്ടി കൊണ്ടിടുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോലീസ് നമ്മളെ പിടിച്ചിട്ട് അലമ്പൊന്നും ആക്കൂല. അപ്പോൾ ഇതാണ് അവസ്ഥ. അവസ്ഥയല്ല, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ വണ്ടി ഇടുക. അല്ലാണ്ട് അതിനകത്ത് വേറെ വർത്താനൊന്നുമില്ല. ഇതുകൊണ്ട് നടക്കുന്ന വണ്ടി. ഇത് റോഡ്, നമ്മുടെ വണ്ടി. ഇതൊക്കെ വീടാണ്. ഇതൊരു വീടല്ല, വേറെ എന്തൊരു ഫാക്ടറി പോലത്തെ എന്തോ സംഭവം. മൊത്തം വയലാണ് കേട്ടോ. ഒരു വയൽ പോലത്തെ വയലും പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വയൽ പോലത്തെ സ്ഥലം. എന്താ സാധനം എന്നറിയില്ല കേട്ടോ. ഇതെന്തോ ഒരു എന്താണ് സാധനം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുണ്ടോ, നമ്മുടെ ഒരുമാതിരി വയലിലെ കതിരിട്ട് നിൽക്കുന്ന അതേ ഒരു സെറ്റപ്പ് കേട്ടോ കണ്ടിട്ട്. അങ്ങനെയാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുള്ളൂ. എന്നാലും ഇതെന്നെ സാധനമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും വലിയ ഐഡിയ ഉണ്ടെങ്കിൽ പറയണം. എല്ലായിടത്തും കൃഷി ആക്റ്റീവായി തുടങ്ങി. എല്ലാവരും സ്ഥലമൊക്കെ ഉഴുതു മറിച്ച് നല്ല അടിപൊളിയായിട്ട് കൃഷിയും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ കൃഷി സ്ഥലത്ത് കൂടെ പല്ല് വെച്ച് അടക്കാൻ വേണ്ടി വേണം ഒരു യോഗം കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റൂല. നമ്മൾ വണ്ടി ഇന്നലെ കൊണ്ട സൈഡാക്കിയ സ്ഥലമാണിത്. അപ്പോൾ ഈ കൃഷി സ്ഥലത്തിൻ്റെ തൊട്ടടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പോകും കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് പോവും. ലോഡ് എടുക്കാൻ വേണ്ടി പോവും. അപ്പുറത്ത് കൂടെ വണ്ടി വരുന്നുണ്ടോ. ഇപ്പോൾ രാവിലെ ചെറിയ നമുക്ക് ടോട്ടൽ ചെക്കപ്പ് ഉണ്ട്. വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യണം. അതായത് ഡീസൽ ടാങ്ക്, ടയറ്, പിന്നെ ഈ കാര്യങ്ങളൊക്കെ വെട്ടിയോ മുറിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി മൊത്തം നമ്മൾ ടോട്ടൽ ചെക്കപ്പ് ചെയ്യാനുണ്ട്. ചെക്കപ്പ് ചെയ്തില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. അതുകൊണ്ട് എല്ലാവരും ചെയ്യും, നമ്മളും ചെയ്യും. അപ്പോൾ വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. ടാങ്ക് നോക്കണം. എവിടെയെങ്കിലും ഇതിനകത്ത് എവിടെയെങ്കിലും കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ടോ ഡീസൽ ഊറ്റാൻ വേണ്ടി കേട്ടോ. അതുപോലെ ടയറെല്ലാം ചെക്ക് ചെയ്യണം. അതുപോലെ ബേക്കിൽ ഈ പായില്ലേ, ഈ പായ എവിടെയെങ്കിലും കീറിയിട്ടുണ്ടോ. കള്ളന്മാരുള്ളതുകൊണ്ടാണ് പ്രശ്നം. കള്ളന്മാർ വന്നു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ പണിയാക്കി തരും കേട്ടോ. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫുൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി പോയി കയറും കേട്ടോ. വണ്ടി ഉണ്ടോ വെച്ചിരിക്കുന്നത്. വണ്ടി ഇന്നലെ വെച്ചതിൻ്റെ ഇതാണ് കേട്ടോ. മരമൊക്കെ അടുപ്പിച്ച് വെച്ചത്. ഞാൻ വെഹിക്കിൽ ഒരാൾ വെക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വണ്ടി വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ചായ കുടിക്കാനുള്ള പരിപാടി കേട്ടോ. ചായ കുടി നമുക്ക് രാവിലെ എന്താണ് മസ്റ്റാണ്. കെറ്റിലടിച്ചു പോയി കേട്ടോ. ഇതാണ് കെറ്റിലടിച്ചു പോയി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇനിയിപ്പം നമ്മൾ സാധാ നമ്മുടെ ഗ്യാസ് എടുത്തിട്ട് എടുത്ത് ചൂടാക്കണം. അത് മാത്രമേ എടുത്തിട്ട് ചൂടാക്കണം, എന്നാലേ നടക്കുള്ളൂ പരിപാടി. അപ്പം അതിൻ്റെ പരിപാടികൾ തുടങ്ങുകയാണ്. ഇത് പൊക്കണം. ഇത് ഗ്യാസൊക്കെ ഇരിക്കുന്ന ഇവിടെയാണ്. പിന്നെ കലാപ്പുറമുണ്ട്. ഇത് നോക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ഇട്ട തുണി ഇട്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജാണ്. അങ്ങനെയുള്ള കുറച്ച്
സാധനങ്ങൾ. ഫ്രിഡ്ജ് വൃത്തിയാക്കാനായി കേട്ടാ. കഴിഞ്ഞ ദിവസം മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട്. അപ്പോൾ ഇനിയത്തെ പരിപാടി ചായ കുടി കേട്ടോ. ഇത് നിൽക്കുന്നില്ല, ഇത് വെയിറ്റ് കൂടുതലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ചായക്കലം. കുറച്ച് വലുതായിപ്പോയി. വീട്ടിൽ നിന്ന് ചോറ് വെക്കാൻ കൊണ്ടുവന്ന റൈസ് കുക്കർ നമ്മൾ മേടിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാണ്ടായിപ്പോയി. അപ്പം ഞാനിപ്പോൾ ഇത് ചായ വെക്കാനാണ് ഉപയോഗിക്കുന്നത്. ചായ ഞാൻ കുടിക്കില്ല കേട്ടോ. ചായ അല്ല, കാപ്പി. നാട്ടിൽ നിന്ന് കുറച്ച് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെറും വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. ചൂടാക്കിയിട്ട് അപ്പുറം പൊടി ഇട്ടിട്ടുണ്ട്. നാട്ടിലത്തെ പൊടിയാണ് കാപ്പിപ്പൊടി, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു കയ്യിലുള്ള പരിപാടിയാകുമ്പോൾ ഇതാ ചോറ. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. കലമൊന്നും എവിടെ ഇരിക്കുന്നില്ല പണ്ടാറാവാൻ വേണ്ടി. ഈ കലം എടുത്ത് ഉപയോഗിച്ച് ശീലമില്ല. മറിച്ച് രാവിലെ തന്നെ കുറച്ച് കുഴപ്പമില്ല. ഇതാണ് പരിപാടി. രാവിലെ കാപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. മുട്ടയൊക്കെ മേടിച്ച് വെച്ചാൽ ഇതൊരു സുഖമില്ല. മുട്ട എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നാട്ടിൽ നിന്നും തീറ്റയില്ല, ഇവിടുന്ന് അത്ര ഇഷ്ടമില്ല. ഏകാന്ത ജീവിതം കേട്ടോ. ഇതൊക്കെ ഒരു ഇഷ്ടപ്പെട്ട് തുടങ്ങിയ അടിപൊളിയാണ്. ട്രക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. നമ്മൾ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കേട്ടോ രാവിലെ. ഇപ്പോൾ വണ്ടി തിരിക്കാനുള്ള പോക്കാണ് പോകുന്നത്. എവിടെയെങ്കിലും ഇട്ടൊന്ന് വട്ടം കറക്കി ഒന്ന് വരണം, അല്ലാണ്ട് വേറെ വഴിയില്ല. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരം. ചെറിയ റോഡാണ്, അതുകൊണ്ട് വണ്ടി തിരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. രാവിലെ കണ്ടോ ഇവിടുന്ന് സൈക്കിളൊക്കെ ആയിട്ട് പോകുന്ന കണ്ടോ ആളുകൾ. ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെയാണ് കേട്ടോ. സൈക്കിളും കൊണ്ടൊക്കെ രാവിലെ അല്ലേ, എല്ലായ്പ്പോഴും ഇവർ പോകാറുണ്ട്. ഇതും ഇവിടെയുള്ള ഗ്രാമങ്ങളാണ് കേട്ടോ. ഗ്രാമങ്ങളുടെ സ്ഥലങ്ങളാണ്. ഊരിനൊക്കെ ഉദിച്ചു വരുന്നുള്ളൂ. എവിടെയെങ്കിലും പോയിട്ടൊന്ന് തിരിക്കാനായി കളിക്കുന്നത്. കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലാണ് കയറേണ്ട കേട്ടോ. നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലം ഇത് തന്നെയല്ലേ? ഇത് തന്നെ. സൈക്കിളുകാരൻ വരുന്നുണ്ട്, അതിന് വേണ്ടി ചവിട്ടി കൊടുക്കുന്ന കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റൂല. അതുകൊണ്ട് വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്യാപ്പുണ്ട്, പിന്നെയും കയറി പോവാം. സൈക്കിളുകാർക്ക് പ്രയോറിറ്റി കൂടുതല, ആളുകൾക്ക് പ്രയോറിറ്റി കൂടുതല കേട്ടോ. ചെറിയ റോഡ് കേട്ടോ, കുഞ്ഞു റോഡാണ്. കുഞ്ഞു റോഡുകളായി കഴിഞ്ഞാൽ കുഴപ്പമിതാണ് കേട്ടോ. ഇത് ഇന്നലെയൊക്കെ വരുമ്പോൾ ഇവിടെ എന്തെല്ലോ പണി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ട ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റോഡുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ പോകണം. കുഴപ്പമൊന്നുമില്ല, നമ്മൾ പോകും. പോകാണ്ട് വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പോകും കേട്ടോ. കുതിരനെ കാണിച്ചത്. കുതിര ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ. കിട്ടില്ല വീട് കേട്ടോ. വീടുകളൊക്കെ ബെൽജിയത്ത് അടിപൊളിയാണ്, കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുതിരകളൊക്കെ ഉണ്ടോ? റെസിഡൻഷ്യൽ ഏരിയയിൽ 50 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൃഷി സ്ഥലമാണ് ഇവിടുത്തെ. ഇത് ഇന്നലെ നമ്മൾ വന്നിറങ്ങിയ വഴിതെറ്റി പണ്ടാരം അടങ്ങിയ സ്ഥലമാണ്. എല്ലാം മാറി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെല്ലാം കോമഡിയാണ്. ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ് എന്ന് ഇന്നിപ്പോൾ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. തുറന്നു കേട്ടോ, തുറന്നു. വേറെ വണ്ടികൾ വന്നിട്ടുണ്ട്. ലൊക്കേഷനിൽ എത്തിയപ്പോൾ നമ്മളങ്ങനെ ലോഡൊക്കെ ഇറക്കി കേട്ടോ. ലോഡ് ഇറക്കാൻ വന്നതായിരുന്നു. ലോഡൊക്കെ ഇറക്കി കയറി ഇപ്പോൾ പോവാ. ഇപ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പേപ്പറൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത് ഗേറ്റാണ് കേട്ടോ, ഓട്ടോമാറ്റിക് ഗേറ്റാണ്. അപ്പോൾ നമ്മളിനി അടുത്ത ലോഡ് എടുക്കേണ്ട ലൊക്കേഷൻ. ഇവിടെയൊക്കെ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. ഓരോ കമ്പനിയിലെല്ലാം വന്ന് ഇതേപോലെ ഉണ്ടാകും കണ്ടോ. അതായത് അടുപ്പിച്ച് ഇതേപോലെ വണ്ടി കൊണ്ട് നിർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് ഓപ്പൺ ആവും. വള്ളിക്കെട്ട് കണ്ടോ. ഇത് ഗേറ്റ് ഓപ്പൺ ആകുന്നതാണ്. അപ്പുറത്ത് ചെറിയൊരു തടാകം പോലത്തെ സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട്. ഇവരൊക്കെ സ്ഥലങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെക്കുന്ന അടിപൊളിയാണ്. എന്താന്ന് പറഞ്ഞാലും ഗേറ്റ് ഫുൾ ഓപ്പണായി. ഇത്രയേ ഉള്ളൂ പരിപാടി. രാവിലെ ഞാൻ വന്നിട്ട് അപ്പുറത്തെ സ്ഥലത്ത് കുറച്ച് നേരം കിടന്നായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതായി വരാൻ വേണ്ടി
ഉള്ളിൽ കയറി കിട്ടാൻ വേണ്ടി എൻ്റെ ആണെങ്കിൽ ഒരു റെഫറൻസ് നമ്പർ ഉണ്ടായിരുന്നു, അത് അവർ തന്നിട്ടില്ല. അത് തരാത്തതുകൊണ്ട് ആ പാടെ പെട്ടുപോയി. ഉണ്ടോ, അടിപൊളി സ്ഥലമല്ല ഇത്, മൊത്തത്തിൽ കിട്ടില്ല സ്ഥലം ഫുള്ള് ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ. ഇതും കയറ്റാന്ന് കേട്ടോ, ഇവരൊരു ജയിലിൽ കയറിയ അവസ്ഥയാണ്. നമ്മളിതിൻ്റെ അടുപ്പിച്ചെത്തുമ്പോൾ അത് തുറക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് വലിയൊരു കമ്പനിയാണ്. അതിൻ്റെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ തുറക്കുന്നത്, ഉണ്ടോ, അതാണ് പരിപാടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലോഡ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് ഏകദേശം 200 എത്രയുണ്ട് കേട്ടോ, 200 കിലോ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു ട്രാക്ടറാണ് കേട്ടോ, ലോഡും കൊണ്ടൊക്കെ പോകുന്നത്. ഒരു പെണ്ണാന്ന് തോന്നുന്നത് ഇരുന്ന് ഓടിക്കുന്നത്, ഒരു പെങ്കൊച്ചാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. കോപ്രോയിൽ കാണുന്നതുകൊണ്ടാണോ സംശയമുണ്ട്. കൊള്ളാം. ഇതല്ല ഇവരുടെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെയുള്ള വീടെല്ലാം കണ്ട, അത് വീടാ ഇത് വീടാ, എല്ലാം വീടുകളാണ്. ഇതുണ്ട അടിപൊളി വീട്, കിട്ടിലും വീടുകളാ. ഇവിടെയുള്ള വീടുകൾ നമ്മുടെ നാട്ടിൽ പണിയണം കേട്ടോ. ഇതുണ്ട് അവരൊക്കെ കണ്ടോ എന്താ അടിപൊളിയായിട്ടാണെന്നല്ലോ. ഈ മറ്റേ മതിൽ പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. സ്ഥലം ഇവർ അതേപോലെ ബിൽഡ് ചെയ്യും, അതാണ് ഇവരുടെ പവർ. വീട്ടില സ്ഥലങ്ങളാണ്. രണ്ട് സൈഡും മറ്റേ മരം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇത് സിംഗിൾ റോഡാണ്. ഇവിടെ സ്പീഡ് കുറവാണ്, 60 കിലോമീറ്റർ സ്പീഡൊക്കെ ഉള്ളു ശരിക്കും. മതിലിന് പകരം ആക്കി വെച്ചിരിക്കുന്നുണ്ട് അവർ. കൃഷിസ്ഥലത്തിൻ്റെ കളിയാണ് കേട്ടോ. എപ്പോഴാ നോക്കിയാലും കൃഷിസ്ഥലം. ഇപ്പുറത്ത് കണ്ട ഫുള്ള് കൃഷിയാണ്. അതായത് കൃഷീൻ്റെ പരിപാടി ഇവന്മാർ തുടങ്ങി. ഇനിയിപ്പോൾ എവിടെ നോക്കിയാലും ഫുൾ ടൈം കൃഷിയായിരിക്കും. ഇതുണ്ടോ അടുത്തത് കൃഷീൻ്റെ. ഇവിടെ നല്ല വണ്ടിയാണല്ലോ. റോഡ് കുഞ്ഞിതാണ്. ഒരു പക്ഷി പ്രാവാട്ടാ. നമ്മൾ ഒരിക്കലും അതിനെ പോയിട്ട് ഉപദ്രവിക്കൂല. നമ്മളെ കൊണ്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചവിട്ടി ഒഴിവാക്കുക കേട്ടോ. നമ്മളൊരു ഇതിനെ കൊല്ലാറില്ല വണ്ടിയും കൊണ്ട്. നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കാറില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യാറുമില്ല. ഭയങ്കര വണ്ടി കേട്ടോ റോട്ടിലൊക്കെ, നല്ല വണ്ടി ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ വീടുകളുള്ള ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ കണ്ടമാനം വീടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, കുറവാണ് വീടുകൾ. റെസിഡൻഷ്യൽ ഏരിയ, അതേപോലെ ഓരോ ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ ഇതേപോലെ ഓരോ ഫോർഡിൻ്റെ ഇതാണ്. ക്യാമറ ഉണ്ടോ, അതാണ് ഈ ഒച്ചപ്പാടാക്കുന്നത് കേട്ടോ. ഇവിടെ സ്പീഡ് ലിമിറ്റ് 60 അതിൽ കൂടുതൽ പോയാൽ അടിയും. പണി 8 അല്ല 16 പണി 8. ഇതുണ്ടോ വീട് കണ്ടോ, അടിപൊളി. ഇതുണ്ടോ ചെറിയ ചെറിയ ഷോപ്പുകൾ, അതിൻ്റെ അപ്പുറം തന്നെ ഇതൊക്കെ വീടാട്ടാ. ആ കറക്റ്റം കാണുന്ന സംഭവം എല്ലാം വീടുകളാണ്. ഒക്കെ നമ്മൾ പഠിച്ചു. എന്തോ ഒരു മറ്റേ ചന്ദ്രയാനാണ് വീടിൻ്റെ മതിലാക്കി വെച്ചിരിക്കുന്നുണ്ട്. എന്ത് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഇത് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പുറ സൈഡിലൊരു ചെറിയൊരു തടാകം പോലത്തെ സ്ഥലമാണ്. അപ്പം നമ്മൾ വന്ന് ഇപ്പോൾ ഇതാണ്ട് ഹൈവേയിലേക്ക് കയറുക കേട്ടോ. അതായത് വലിയ റോട്ടിലേക്ക് കയറുക. ഇനിയിപ്പോൾ നമ്മൾ പറപ്പീര കയറി ഇങ്ങനെ പോവാ. വേണ്ട വാളടിച്ചിട്ടിട്ട് കേട്ടോ രണ്ട് സൈഡും. നമ്മളിപ്പോൾ ഇതിൽ ലോഡ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. നേരത്തെ ലോഡ് ഇറക്കാനായിരുന്നു, അതൊരു പേപ്പർ റോളായിരുന്നു. ലോഡ് ഇറക്കി ഇത് ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി ഹൈവേ ആണ് കേട്ടോ, കിടിലൻ ഹൈവേ. മരം കണ്ട രണ്ട് സൈഡും. അപ്പുറം വനമാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. വിൻഡ് മില്ലാണ് കേട്ടോ, ഉണ്ടോ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 3 കാണുന്നുള്ളൂ. അങ്ങ് അപ്പുറത്തേക്കുണ്ട് കുറേ ഉണ്ടോ. ഇനി ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉണ്ട്. ഗ്രാമങ്ങളിലാകുമ്പോൾ നല്ല നല്ല കാണാൻ ഒത്തിരി ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള റോഡുകളിൽ കയറിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വണ്ടി ഓടിക്കയറണം, അതാണ് മെയിൻ. വണ്ടി നമുക്ക് ഓടിക്കയറണം, ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്.
നല്ല റോട്ടിൽ കയറുകയാണെങ്കിൽ പരമാവധി വണ്ടി ഓടിക്കയറും, ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കയറൂല. അതാണ് പ്രശ്നം. ഈ 50-40 പോയി കഴിഞ്ഞാൽ മാനസികമായി പോകും നമുക്ക് മൊത്തത്തിൽ. ഇവിടെ ഈ ഗ്ലാസ്സൊക്കെ വേണം കേട്ടോ. ഗ്ലാസ് ഒന്നും ഇല്ലെങ്കിൽ പരിപാടി നടക്കൂല, കണ്ണടിച്ചു പോകും. അതേക്കൂട്ട് ലൈറ്റാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഈ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കേട്ടോ, അല്ലാണ്ട് മറ്റേ ഇതാക്കാൻ വേണ്ടിയല്ല, ലുക്കിന് വേണ്ടിയല്ല. അത് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും ഓട്ടേക്കാണ്, പറന്ന് നിൽക്കും എല്ലാവരും. ഇതൊരു ട്രെയിലർ പോകുന്നു, ട്രെയിലറിൻ്റെ വേറൊരെണ്ണം കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നു. ഉണ്ടോ കുഞ്ഞ് ട്രെയിലർ കേട്ടോ. ബേക്കിൽ ഇഷ്ടംപടി വണ്ടിയാണ്. അതാ മുമ്പിൽ പോകുന്നതിന് 84, അതുകൊണ്ടാണ് നമ്മൾ 85 ആക്കി ക്രൂയിസ്. ഇനി അതൊക്കെ ഓട്ടോറിക്ഷ കയറുന്നാലേ കയറാം. കോമഡി ആയിരിക്കും, എന്നാലും കയറില്ല തന്നെ. റോഡ് മൊത്തം സ്ലോ മൂവ് ആണ്, അത്യാവശ്യം നല്ല വണ്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 36 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഈ നടുക്കുണ്ട് ഒരു ആരോ കിടക്കുന്നത്. ഈ ആരോ എന്ന് പറഞ്ഞാൽ ഇത് 2 മീറ്റർ ആരോ ഇട്ടിരിക്കുന്ന കേട്ടോ. അതായത് അതിലടുപ്പിച്ച് വണ്ടി പോകാൻ പാടില്ല എന്ന് അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇട്ടിരുന്ന കേട്ടോ. ഇത് നൈക്കീൻ്റെ ബിൽഡിങ്ങാണ്, ഭീകര ബിൽഡിങ്. നൈക്കിയാണ് കേട്ടോ, നൈക്കി. അടിപൊളി ബിൽഡിങ്ങാണ്. എത്ര ഏരിയ എന്നുണ്ടോ ബിൽഡിങ്. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇതൊക്കെയാണ് പരിപാടി. വലിയ കമ്പനിയാണിത്. അവിടെ ഡോക്കും ഉണ്ടെന്ന് തോന്നുന്നു അപ്പുറത്ത്. ഇതുകൊണ്ടോ കിടക്കുന്നത്. എത്ര ട്രെയിലറിൻ്റെ ഇത് കിടക്കുന്ന. ട്രെയിലറെല്ലാം കട്ട് ചെയ്ത് പോയിട്ടാണല്ലോ കേട്ടോ. ലോഡ് എടുക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കിടക്കണ്ട സൈക്കിളൊക്കെ പോകാൻ വേണ്ടിയുള്ള വഴിയാക്കിയിട്ടിരിക്കുന്നത്. അത് മാൻ്റെ ഒരു കമ്പനി കേട്ടോ. ഉണ്ടോ സൈക്കിൾ ട്രാക്കാണ് ആ വലത്ത് വശത്ത് കൂടെ കാണുന്നത്. ഇനി ആ പാടെ 600 മീറ്ററേ ഉള്ളൂ. അമ്പം കമ്പനി ആയിട്ട് ഇതേണ്ട. അവിടെ സ്വന്തമായിട്ട് അവർക്ക് പെട്രോൾ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ കമ്പനി. കാറിലും കയറ്റി മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന സ്ഥലം മാറിപ്പോയി. ഇപ്പം എല്ലാവരും ഫുൾ ഉടായിപ്പാണല്ലോ. തെറ്റിച്ചാണുള്ളത് മൊത്തം തരുന്ന കേട്ടോ. ഇത് ഇങ്ങോട്ട് വരാനാ പറഞ്ഞ നമ്മുടെ അടുത്ത്. നമ്മൾ നേരത്തെ പോയത് അപ്പുറത്തായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയങ്ങളായിട്ട് വെറും 2-3 ലൊക്കേഷനാണ് കേട്ടോ. അതർ സൈഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ ഓഫീസെല്ലാം പോയി തപ്പി പിടിക്കണം. സ്ഥലമെന്ന് പറഞ്ഞ സംഭവം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. വണ്ടി കയറ്റാൻ സ്ഥലമില്ല കേട്ടോ. ട്രെയിലർ കയറി വരുന്നുണ്ട്. അത്ര ചെറിയ സ്ഥലത്തിൽ കൂടെ, അത്രയ്ക്ക് ചെറിയ സ്ഥലം. കയറ്റി പറക്കാൻ ഡ്രൈവറെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ എത്തി കേട്ടോ. പിന്നെ ഫോണ്, പാസ്പോർട്ട് അങ്ങനെയുള്ള സാധനമൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ കമ്പനി പോകണം. ഇതെന്ത് ലോഡാന്ന് അറിയത്തില്ല, പോയി നോക്കട്ടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രാന്തായി കേട്ടോ. പണി കുറേ ഉണ്ട്. കുറേ എഴുത്ത് പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പം വന്നത്. കുറേ എഴുതി കൊടുക്കാനുണ്ട്, അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അങ്ങോട്ട് ഇതൊരു വലിയ കമ്പനിയാണ്. ഇവിടുത്തെ ഉള്ളിലേക്ക് അങ്ങനെ ക്യാമറയും കൊണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവരൊരു ഫയല്, അതേപോലെ ഒരു ഫയലും കാര്യങ്ങളൊക്കെ തന്നു. ഇപ്പോൾ നമുക്ക് പോകേണ്ടത് നമ്മളിപ്പോൾ ഉള്ള ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേ ഇറങ്ങി വന്ന വണ്ടി. അപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് ഇങ്ങനെ കറങ്ങി F1 എത്തണം. മാപ്പൊക്കെ തരും ഇതേപോലെ മിക്ക കമ്പനിയിലും. അപ്പോൾ അതൊക്കെ നോക്കി പോവാം. ഇത് റാമ്പ് ലോഡാണ് കേട്ടോ. റാമ്പിലാണ് ലോഡ്. പിന്നെ അത് വേറെ ഇതൊന്നുമില്ല. ഇവിടുന്ന് അങ്ങനെ ക്യാമറയോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് കൂടി കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. നഷ്ടമായിപ്പോയി. അപ്പോൾ സമയം കുറേ ആയി. സമയം വാച്ച് ഇത് തിരിഞ്ഞാൽ ചിലപ്പോഴേ കത്തുള്ളൂ കേട്ടോ. 1:30 ഇത്ര 10, 600, 700 കിലോമീറ്റർ ഉണ്ട്.
മൊത്തം ലോക്കലൊന്ന് ശരിയാക്കും കേട്ടോ. ലോഡിങ്ങിന് വന്നിട്ട് 2-3 മണിക്കൂറായിട്ടോ ഇവിടെ തന്നെ കിടക്കുവാണ്. ഒരു രക്ഷയില്ല, ലോഡായിട്ടില്ല. ഇങ്ങനെയൊക്കെ ചില സമയങ്ങളുണ്ടാവും. അപ്പോൾ രാത്രി കിടന്ന് ഓടേണ്ടി വരും കേട്ടോ. നമുക്കിന്ന് 7 മണിക്കാണ് കാർഡ് സ്റ്റാർട്ടായ. അന്നേരം 7 to 7-3 10 മണി വരെ കിടന്ന് ഓടേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ലോഡ് ഇറക്കേണ്ട രീതിയിലാണ് വന്നിരിക്കുന്നത്. 700 കിലോമീറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത്ര സമയം റാമ്പി കിടക്കുന്നത് സാരമില്ല, ശരിയാവും. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലോഡിങ് തുടങ്ങി കേട്ടോ. ചായ വെച്ച് കുടിക്കുവാണ്. ചായ ന്യൂസാണ് കേട്ടോ. കടിയെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്. അപ്പോൾ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. അതായി ഈ ഒച്ച കേൾക്കുന്നത്. വണ്ടിയൊക്കെ കടന്ന് ചെറുങ്ങനെ കുലുങ്ങുന്നുണ്ട്. കൊന്ത കണ്ടോ കുലുങ്ങുന്നത്? ലോഡിങ് തുടങ്ങി കേട്ടോ. മെസ്സേജ് വന്നിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്. ഇന്ന് മാക്സിമം എടുത്ത് ഓടാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. വരുമെന്ന് നമുക്കറിയാം, വേറെ കാര്യം. അതായത് നാളെ ലോഡ് എടുക്കാണ്ട്, അതുകൊണ്ട് ഇന്ന് വണ്ടി ഓടണമെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണേലും എന്ത് പട്ടിപ്പണി എടുത്താലും നമ്മൾ ലോഡ് എടുത്ത് ഇറങ്ങി കേട്ടോ. സമാധാനമായി ലോഡ് എടുത്ത് ഇറങ്ങി. കുറച്ച് കഷ്ടപ്പെട്ടു ഇവിടെ. കാരണം ലോഡ് ഇവിടെ ഒരു ഓഫീസിൽ പോയി, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഓഫീസിൽ പോയി, അവിടുന്ന് ലോഡ് എടുക്കാൻ പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലോഡ് എടുത്തിട്ട് ആ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ മേടിച്ച് രണ്ടാമത്തെ ഓഫീസിൽ വന്ന്, അത് കഴിഞ്ഞിട്ട് അവരൊരു പേജർ തന്ന് ആ പേജർ കൊണ്ട് പോയി വണ്ടിയിലിരിക്കാൻ പറഞ്ഞു. വണ്ടിയിൽ എത്തുമ്പോഴത്തേക്കുണ്ട്, വണ്ടിയിൽ എത്തുമ്പോഴല്ല, ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുണ്ട് അവർ പേജർ കിടന്നടിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് പേജർ എടുത്തുകൊണ്ട് പോയി. പേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് കയറ്റി കഴിയുമ്പോൾ നമുക്ക് പേപ്പറൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ അതിനകത്തൊരു അലാറം വരും. ആ അലാറം കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് പോയി പേപ്പറെല്ലാം മേടിച്ച് നമ്മൾ ഇതവിടെ പുറത്തിറങ്ങി കേട്ടോ. നമുക്കിപ്പോൾ വലിയൊരു അബദ്ധം പറ്റി കേട്ടോ. വിഗ്നറ്റ് എന്ന് പറഞ്ഞ നമ്പർ വേണം നെതർലാൻഡ് കയറാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ഫ്ലീറ്റ് ഹാൻഡാണ്. ഫ്ലീറ്റ് ഹാൻഡിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് വരും. ടാസ്ക് കേട്ടോ. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകേണ്ട റോഡ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വരേണ്ടത് നെതർലാൻഡ് വഴിയായിരുന്നു. അപ്പം കമ്പനിയിൽ നിന്ന് വിഗ്നറ്റ് നമ്പർ നമുക്ക് അയച്ചു തന്നില്ല കേട്ടോ. ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങി ഇപ്പം നമ്മൾ ജർമ്മനി കയറി. നാളെ നമ്മൾ അതിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയ സ്ഥലം, ഒരു 10-15 കിലോമീറ്റർ ഉള്ള ആപ്പാട് കേട്ടോ. ആ 15 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ നെതർലാൻഡ് ഓടാനുള്ള ആപ്പാട്. ഇപ്പോൾ ജർമ്മനി 4-ാം നമ്പർ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കൺട്രോളൊക്കെ ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല കേട്ടോ. ജർമ്മനി അത്യാവശ്യം നല്ലോണം സ്ട്രോങ് ആക്കി, ഭയങ്കര സ്ട്രോങ് കേട്ടോ. വണ്ടിയൊക്കെ നമ്മൾ ട്രെയിലറെ അടക്കം നല്ലോണം അവർ വീക്ഷിക്കുന്നുണ്ട്. പഴയ പോലെ ഒന്നും അല്ല. അയ്യോ, 90-ന് മേലെ കയറി കേട്ടോ വണ്ടി. ഇറക്കം വരുമ്പോൾ വണ്ടി പിടുത്തം വിട്ട് കയറിപ്പോകും ചില സമയങ്ങളിൽ. നമ്മൾ അറിയാണ്ട് വണ്ടി കയറിപ്പോകും. 120-130 ഒക്കെ അങ്ങ് പുല്ലുപോലെ കയറും കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വയലേഷൻ ആവും, ടാക്കോ ഫൈൻ കിട്ടും. അപ്പുറം കേട്ടോ വലിയൊരു കമ്പനി, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. വോൾവോ കയറുന്നുണ്ട് കേട്ടോ. വോൾവോ മാരൊക്കെ വെടിയും പുകേൻ്റെ ആൾക്കാരാണ്. ചാവെട്ടി പൊളിക്കുന്നത്. ഇവിടുത്തെ സ്പീഡൊന്നും ഒരു വിഷയമല്ലെന്ന് തോന്നുന്നു. നമ്മളവൻ കയറി കഴിയുമ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കും. എന്നപ്പോൾ അവൻ ഇങ്ങോട്ട് അടുപ്പിക്കും വേണ്ടി. ഉണ്ടോ, അടുപ്പിച്ചു. ഡ്രൈവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതാണ്. ജർമ്മനി എവിടെ നോക്കിയാലും അടിപൊളിയാണ്. വീടുകളൊക്കെ കണ്ട താഴെ വയൽ പോലത്തെ സ്ഥലം, കൃഷി സ്ഥലം കേട്ടോ. അപ്പുറം കണ്ടോ വിൻഡ് മില്ല്. നമ്മളിപ്പോൾ ഇവനെ അടിക്കും കേട്ടോ. അടിക്കാണ്ട് വേറെ വഴിയില്ല. നമ്മൾ ഓവർടേക്ക് കയറും. നമ്മൾക്കിന്ന് മാക്സിമം ഓടണം 500 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനോർത്ത് 350 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ലോക്കലാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ലോക്കൽ തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ഓവർടേക്ക് കയറുക. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആരും ശല്യം ചെയ്യൂല, അലമ്പാക്കൂല, കച്ചറാക്കൂല, ഒന്നുമില്ല. നമ്മൾ കയറി കഴിയുമ്പോൾ അവൻ ലൈറ്റ് ഇട്ട് തരും കയറാൻ വേണ്ടി. അത്രയുള്ള പരിപാടി. അവ ഈ ടാങ്കർ വണ്ടിയെല്ലാം 83, 82, മാക്സിമം 84 അങ്ങനെയൊക്കെ ആയിട്ട് ലോക്കാക്കി വെച്ചിട്ടാണ് ഉണ്ടാവുക. കണ്ട ലൈറ്റ് ഇട്ട് കണ്ട ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഈ മുമ്പോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്.
അപ്പോൾ നമ്മൾ ഇപ്പുറം ഇൻഡിക്കേറ്റർ അപ്പുറം ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചു കൊടുക്കണ്ട, അത് സ്പീഡിലിടും. അതാണ് ടാങ്ക്സ്. പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളാണ് കേട്ടോ. സമയം ഇപ്പോൾ 8 മണി ആവാനായി, 7:45. ഇതാണ് അവസ്ഥ. വെയിൽ ഉദിച്ചിരിക്കുന്നത്, എന്താ വണ്ടി അഴിക്കാൻ കിടക്കുന്ന കേട്ടോ. ഇപ്പം ഇത് ഇവിടെ ഈ ഷെയ്ഡ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വെയിൽ വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല വെയിലാണ് ഇപ്പുറത്തെ സൈഡ് കണ്ടോ, നല്ല വെയിലാണ്. 8 മണിയായി, നേരെ ഇരുട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു അടുത്തൊരു പമ്പിലേക്ക് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, പാർക്കിങ്ങിലേക്ക്. ഇല്ലേ ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ സമയം 1 മണിക്കൂർ 42 മിനിറ്റ് ഓടാനുണ്ട്. ബേക്കിൽ കാറുണ്ട് കേട്ടോ, നമ്മൾ നോക്കി കണ്ട് ഓവർടേക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. ഇല്ല പിന്നെ ബേക്കിലെ കാറ് വന്ന് നമ്മുടെ ബേക്കിലിരിക്കും. ചിലവർ ലൈറ്റൊക്കെ അടിച്ച് തരും നമ്മൾ കയറി വരുമ്പോൾ, ചിലവരടിക്കൂല. ജർമ്മനിക്കാർ കുറേ അടിപൊളിയാണ് കേട്ടോ. എന്താ ഒരു 500 മീറ്ററിൽ പമ്പുണ്ട്, ആ പമ്പിൽ കയറുന്നുണ്ട്. കയറാനുള്ള പരിപാടിയാണ്. സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. പാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ കയറാനുള്ള പരിപാടിയാണ്. ഏകദേശം അടുത്തു. ചെറിയ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ചെറുതല്ല വലുതാ. മോശല പമ്പിൻ്റെ പേര്. പാർക്കിംഗ് ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ, കാരണം ഫുൾ ടൈറ്റ് ആവാനാ സാധ്യത എല്ലായിടത്തും. പാർക്കിംഗ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അവസ്ഥ ഉണ്ടാ, ഫുൾ ടൈറ്റ് ആട്ടോ. പാർക്കിംഗ് ഉണ്ടോ എന്ന് തന്നെ ദൈവത്തിനറിയാം. പാർക്കിംഗ് ഒക്കെ ഫുള്ളാട്ടാ. കഴിഞ്ഞല്ല ദൈവമേ. സമയമുണ്ട്, കുറച്ചുകൂടി ഓടാൻ 2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് മുട്ടിച്ചിട്ടില്ല നമ്മളുള്ളത്, അതുകൊണ്ട് വിഷയമില്ല. ജർമ്മനീൻ്റെ കോണം ഇതാ. പാർക്കിംഗ് കിട്ടൂല എവിടെ, ഇതേപോലെ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം വണ്ടി ഒന്ന് കടന്ന് പോയാൽ മതി കേട്ടോ. ഇതേപോലെ ആയിരിക്കും കൊണ്ടുപോക്കുക. ഇതണ്ട മൂട്ടിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ അപ്പുറമെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്ന കോമഡിയാണ് കേട്ടോ. കേട്ടോ മുട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വണ്ടി വെക്കാം. ജർമ്മനി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എവിടെ വേണമെങ്കിൽ നമുക്ക് വണ്ടി വെക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും വണ്ടി വെക്കുക. ജർമ്മനിയിൽ ഇപ്പം നമുക്ക് സമയം 8 മണി ആയതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ചാരി വെക്കും. പോലീസ് ഫൈനൊന്നും ഇടില്ല കേട്ടോ. ഒരു വണ്ടി ഇതേപോലെ പോയാൽ മതി അങ്ങോട്ട്. ഇത് ഇന്നലെ നമ്മൾ വണ്ടി കൊണ്ട് വെച്ചതാട്ടോ. ഇങ്ങനെ ഈ ലെവലാണ് വെച്ചത് ഇന്നലെ. ഇതുകൊണ്ടോ ഇതൊക്കെ കല്ല, അതൊക്കെ കല്ലാട്ടാ. വെക്കാൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചേ. ഇപ്പം രാവിലെ ചെക്കിങ്ങും പരിപാടിയൊക്കെയാണ് വണ്ടീൻ്റെ. പാർക്കിംഗ് എല്ലാം ഫുള്ളായി. കുറേ പേര് എടുത്തിട്ട് പോയി കേട്ടോ വണ്ടി. നമ്മുടെ വണ്ടി 9 മണിക്കൂർ കറക്റ്റ് കഴിഞ്ഞോടി വണ്ടി പോകാൻ വേണ്ടിയെല്ലാം ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. അതർ വർക്ക് ഇടണം രാവിലെ തന്നെ. അതർ വർക്ക് ഇട്ടിട്ടേ വണ്ടി എടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് വണ്ടി എടുക്കരുത്. ചില ആളുകളൊക്കെ പറയും അതർ വർക്ക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, അതർ വർക്ക് ഇടണം. അതൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റോളം ഇടണം കേട്ടോ. ഞാൻ 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഇടാറുണ്ട്. ഡ്യൂട്ടി തുടങ്ങുക, ഇന്നത്തെ പരിപാടി തുടങ്ങുക. ഇന്നിപ്പോൾ ഇത് ലോഡ് കൊണ്ട് ഇറക്കി ലോഡ് കയറ്റാറുണ്ട് കേട്ടോ. ഇറ്റലിക്ക് തന്നെ ലോഡ് കയറ്റണ്ടേ. അവിടുന്ന് ഒരു 1200 1300 കിലോമീറ്റർ കേട്ടോ. സാൻമാരിയോ അല്ല, സാൻമാരി കഴിഞ്ഞിട്ട് പെസ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലമാണ് കേട്ടോ.
ഇത് മാൻ്റെ റേഡിയേറ്ററും കൊണ്ടാണ് ഈ വണ്ടി പോകുന്നത്. മാൻ ട്രക്സ് ഇല്ലേ, അതിൻ്റെ റേഡിയേറ്റർ കേട്ടോ. ഇതുണ്ടോ വണ്ടിയെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഗ്ലാസ്സൊക്കെ ഉണ്ടോ മടക്കി വെച്ചിട്ട്. ഇങ്ങനെ നമുക്ക് ആരെ ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മൾ പോകും. ഇതുണ്ട് ഇതെല്ലാം വണ്ടി വെക്കാൻ സ്ഥലമില്ലാണ്ട് കൊണ്ട് വെച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ ഇതെല്ലാം പാർക്കിംഗ് ഏരിയ ആണ്. നമ്മളും ഇങ്ങനെയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ കേട്ടോ. നമ്മളായി 85 പരിപാടി തുടങ്ങി കേട്ടോ. ഇപ്പൊ കണ്ടോ അവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും കണ്ടോ അവൻ അപ്പുറത്തെ ട്രാക്കിലേക്ക് കയറി വണ്ടി. ഇതാണ് ഇവിടുത്തെ കുണം വന്നത് കണ്ടോ, അവൻ അപ്പുറത്തെ ട്രാക്കിൽ തന്നെ വരുന്നത്. ഇപ്പം ഇവൻ കയറിയിട്ട് മുമ്പിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പം അവൻ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറി വരും കേട്ടോ. ബ്രൈറ്റ് ലൈറ്റിലാണ് ഉണ്ടായിരുന്നത് നമ്മുടെ വണ്ടി. പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വണ്ടി കൊണ്ട് സൈഡാക്കി കേട്ടോ. ഒരു WC ആണ്, ഇതാണ് സംഭവം. ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് പാർട്ടായിട്ട് വീഡിയോ വരുന്നത് 2 പാർട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അത് ഒരു പാർട്ട് തീരൂല, 30 മിനിറ്റിൽ തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂടെ കൂടി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം.